ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹയാസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ഒരു സാറ്റിൻ റിബൺ കൊണ്ടുള്ള ഒരു ഹെയർ ബാൻ മോഡലാണ് കേട്ടോ. അതിനായിട്ട് ഇതാ ഈ ഒരു 1/2 മീറ്റർ വലിപ്പത്തിലെടുത്ത ഈ ഒരു റിബൺ നമുക്ക് ഇങ്ങനെ ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ, രണ്ട് സൈഡിലും. അപ്പോൾ ഒരു നൂല് പൊന്തിയതൊക്കെ ഒന്ന് താവാൻ വേണ്ടിയിട്ടാണ്. ശേഷം ഇതാ ഒരു സൂചി നൂല് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഞെറിവിട്ട് കൊടുക്കണം. അപ്പോൾ എത്ര ചെറുതാക്കുന്നോ അത്രയും നമുക്ക് നല്ല ഫ്ലവേഴ്സായിട്ട് കിട്ടുന്നുണ്ട്, നല്ല ഭംഗിയുണ്ടാവും നമ്മൾ ചെയ്യുന്ന ആ ഒരു ഫ്ലവർ. അങ്ങനെ ഞാനിതാ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ആ മുഴുവനായിട്ട് ഞെറിവിട്ടതിന് ശേഷം ഇതുപോലെ ഒന്നിങ്ങനെ സൂചി ഒന്ന് വലിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം ഒന്ന് നമുക്ക് ആ ഒരു പൊന്തിയ ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. എന്നിട്ട് അടിഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കണം കേട്ടോ. ആ ഒരു രണ്ട് സൈഡും തമ്മിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ ഒരു സൂചിയിലൂടെ ഒരു ബീഡ്സ്, ഒരു 10 mm വെയിറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് തുന്നി പിടിപ്പിക്കുകയാണ് കേട്ടോ വേണ്ടത്. അങ്ങനെ നല്ല ടൈറ്റിൽ തന്നെ അതിങ്ങനെ വലിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു സാറ്റിൻ കവേർഡ് ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് പിങ്ക് ആണ് എടുത്തിട്ടുള്ളത്. അതിന് മാച്ചായിട്ടുള്ളൊരു ഹെയർ ബാൻഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ശേഷം അവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു സൂചിയും നൂലും കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അതിനവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഹെയർ ബാൻഡ് ഇതുപോലെ 2 ഫ്ലവറോ അല്ലെങ്കിൽ 3 ഫ്ലവറോ ഈ ഒരു ഹെയർ ബാൻഡ് മേൽ വെച്ചിട്ടുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് വേറൊരു മോഡൽ ചെയ്താലോ എന്ന്. ഫ്ലവർ ഉണ്ടാക്കാൻ പഠിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിലോട്ട് ഒരു 3 ഫ്ലവറൊക്കെ വെച്ച് കൊടുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ശേഷം ഞാനിത് ആ ഒരു സൂചിയിലേക്ക് തന്നെ ഈ ഒരു 10 mm വെയിറ്റ് ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ അവിടെ ഒട്ടിച്ചിട്ട് ഒന്നിങ്ങനെ ഈ ഒരു നൂല് ഈ നമ്മുടെ ബീഡ്സിന് ചുറ്റായിട്ട് ഇങ്ങനെ 2 റൗണ്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോരോ ബീഡ്സ് ഇട്ടതിന് ശേഷം നമുക്ക് നൂലങ്ങനെ ചുറ്റിയെടുക്കാന്നിട്ട് വേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ഒരു ഫ്ലവറും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഈ ഒരു B7000 ഗ്ലോ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഫ്ലവർ എടുത്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ശേഷം നമുക്കൊരു റൗണ്ടായി കട്ട് ചെയ്ത് ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് ഈ ഒരു ഫ്ലവറിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടത്. അങ്ങനെ നമ്മൾ ഹെയർ ബാൻഡ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു വെറൈറ്റി മോഡലുമായി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരുടെ ചാനൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.